കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായ ബോധോദയം ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായിരുന്നു. കാരണം ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാത് വകുപ്പുകളുമായി യാതൊരുവിധ പുലബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ നേരെ എതിരായിട്ടുള്ള ആളുകളെ നിയമിക്കും എന്നുള്ളതാണ്. സജി ചെറിയാനെ സംബന്ധിച്ച് അവഗാഹമില്ലെങ്കിലും മറ്റേ വെളിവില്ലായ്മയും വിവരക്കേടിൻ്റെയും ഒരു പ്രതീകമാണ് സജി ചെറിയാൻ. അപ്പം അതുകൊണ്ട് ഇതെല്ലാ തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ തരികിടകളുടെയും എന്നാൽ അതേസമയം തന്നെ അതൊന്നും നടത്താനുള്ള ബുദ്ധിയില്ലായ്മയുടെയും ഒരാളാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത്. പിന്നെ സത്യത്തിൽ സജി ചെറിയാൻ പറയേണ്ടിയിരുന്ന അടിച്ച് വിറ്റായി വാളും വെച്ച് പ്രധാനമന്ത്രിയുടെ ഹൗസിൽ കിടന്നു എന്ന് പറയുന്ന ഭാഗ്യം അത്രയ്ക്ക് പറയാനുള്ളൂ. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. അത് ശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഈ താമരശ്ശേരി ബിഷപ്പ് ഒരു നികൃഷ്ട ജീവിയാണ് എന്നുള്ളതാണ്. പക്ഷെ CPM ഇവിടുത്തെ നിലപാട് ഇപ്പൊ എന്താ? CPM ആന്തരികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിർത്തേണ്ട ആ ഒരു ചുമതല കൂടി ആർക്കുണ്ട്? റോഷി അഗസ്റ്റിന്റെ. യഥാർത്ഥത്തിൽ ആരാണ് ആദ്യം LDF എത്തിയെന്ന് വെച്ചാൽ സഭയാണ് ആദ്യം LDF എത്തിയത്. അതിന്റെ പിറകെയാണ് ഇവർ വന്നത്. ആ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വിഭാഗം. പാർട്ടി പതുക്കെ ദുർബലമായിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സുഖിപ്പിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്ന് പറയും. ഇപ്പൊ ആ സുഖിപ്പിക്കൽ ഭാഗത്തിലാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള സ്വത്തും സ്ഥാപനങ്ങളും ഒക്കെയായിട്ട് വലിയ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഭാ നേതൃത്വം വെറുതെ ഏറ്റുമുട്ടാൻ പോകും. അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബിഷപ്പുമാരൊന്നും കാണുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒന്ന്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ബോധം ഉണരുകയും അദ്ദേഹം ചില ബോധോദയങ്ങൾ സംസാരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായ ബോധോദയം ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായിരുന്നു. അവിടെ കേക്കും വാറ്റിയ ചില സാധനങ്ങളും മുന്തിരി ഉണക്കമുന്തിരിയൊക്കെ കഴിച്ച് ഉന്മാദാവസ്ഥയിലായി പോയ ബിഷപ്പുമാരെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു പ്രതികരണം. ഈ പ്രതികരണത്തിനെതിരെ കേരളത്തിലുള്ള എല്ലാ ബിഷപ്പുമാരും രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CPM ഈ അസമയത്തുണ്ടായ വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് സജി ചെറിയാൻ്റെ വാക്കുകൾ എന്താണെന്നുള്ളത് പരിശോധിക്കുമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. രതീഷ്, എൻ്റെ ഒരു സംശയം, ഈ സാംസ്കാരിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മന്ത്രി കുറച്ചൊക്കെ അവധാനതയോടുകൂടി സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. സജി ചെറിയാൻ നമുക്കറിയാം അദ്ദേഹത്തെ എത്രത്തോളം അവധാനതയോട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ എന്താണ് ഇത്രയൊക്കെ പുരോഗമന ആശയങ്ങൾക്ക് ഉൾക്കൊള്ളുന്നു പറയുന്ന CPMന്റെ മന്ത്രിമാർ ഇത്തരത്തിൽ വകതിരിവില്ലാതെ സംസാരിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഞാനിതിന് ഒരു തവണ മറുപടി പറഞ്ഞതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കാരണം ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാത് വകുപ്പുകളുമായി യാതൊരുവിധ പുലബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ നേരെ എതിരായിട്ടുള്ള ആളുകളെ നിയമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരാളാണ് ശരിക്കും നമ്മുടെ ഇപ്പോൾ ശിവൻകുട്ടി എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നതെന്ന് ആലോചിച്ച് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത അതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ്റെ കാര്യത്തിൽ അദ്ദേഹം ശരിക്കും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇനി നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെയുള്ള സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. ഈ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ മന്ത്രിസഭയിൽ ആർക്കും തന്നെ അങ്ങനെ വലിയ അവഗാഹമൊന്നും ഒരു വിഷയത്തെക്കുറിച്ചും ഇല്ല. ഇപ്പം പല മന്ത്രിമാരും, വ്യവസായപ്പാണെങ്കിലും ഇപ്പോൾ മറ്റു മന്ത്രിമാരൊക്കെ ആണെങ്കിലും അവർക്ക് വലിയ അവഗാഹമൊന്നുമില്ല. സജി ചെറിയാനെ സംബന്ധിച്ച് അവഗാഹമില്ലെങ്കിലും മറ്റേ വെളിവില്ലായ്മയും വിവരക്കേടിൻ്റെയും ഒരു പ്രതീകമാണ് സജി ചെറിയാൻ. നേരത്തെ നമുക്കറിയാലോ VV രാഘവൻ എന്നൊക്കെ പറഞ്ഞ MP ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം VV എന്നും കൂടി ചേർക്കേണ്ടതാണെന്ന് പറയും. കാരണം വെളിവില്ലായ്മയുടെ വിവരക്കേടാണ് ഇത്. ഈ ആദ്യത്തെ ഇപ്പം ഇതിൽ പറഞ്ഞതിൽ ഇപ്പം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ പറയാൻ, പക്ഷേ അതിൽ ചില രാഷ്ട്രീയമുണ്ട്. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജേഷ് ഒന്ന് എടുത്തു നോക്കിയേ. അതായത് മറ്റേ ഭരണഘടനയെക്കുറിച്ച് കുന്തവും കുടച്ചക്രവും അതൊക്കെ നമുക്ക് സഹിക്കാം. ഇപ്പോൾ ഭരണഘടനയ്ക്ക് രാവിലെ എഴുന്നേറ്റ് സങ്കടം വരുമൊന്നുമില്ല. അവിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു സ്ത്രീക്ക് മറ്റേ കുഞ്ഞിനെ ദത്തുകൊടുത്തതുമായി ബന്ധപ്പെട്ട് അവരുടെ അനുമതിയില്ലാതെ ദത്തുകൊടുത്തതുമായി ബന്ധപ്പെട്ട് അവിടെ CPMന്റെ ഒരു വലിയ സ്വാധീനമുള്ള അച്ഛൻ്റെ ഒരു മകളാണ് ഈ പെൺകുട്ടി. ആ പെൺകുട്ടി മറ്റൊരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ആ ദത്തുകൊടുക്കലുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ഈ നമ്മുടെ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പരാമർശം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം.
പിന്നെ ഇതിന് തൊട്ടു മുമ്പാണ് രാജേഷ് ഓർമ്മയുണ്ടാവും, സൗദി അറേബ്യയിൽ മറ്റേ മൈക്ക് വെച്ച് ആരും ബാങ്ക് വിളിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ പുള്ളി നടത്തി. പിന്നെ കുന്തവും കുടച്ചക്രവും പറഞ്ഞ പുള്ളി പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന ഒരു MLA എപ്പോഴും പറയുന്നതാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെയൊക്കെ കുഴപ്പം. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ടോട്ടാലിറ്റി തന്നെ എടുത്തു നോക്കിയാൽ വലിയ തമാശയുണ്ട്. രാജേഷ്, ഇപ്പം ഇതിനകത്ത് നമ്മളൊരു ഫോട്ടോ കിട്ടുമെങ്കിൽ കാണിക്കണം. ഇദ്ദേഹം മന്ത്രി അല്ലാതെ ആയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറും എടുത്ത് ഇറങ്ങുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ ചെന്ന് മറ്റേ കാലുമേ കാല് കൊടുത്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അതിന് ഫോട്ടോ എടുത്ത് മനഃപൂർവ്വമായി പ്രചരിപ്പിക്കുന്നു. അതായത് മറ്റേ കരുണയുടെ കളിത്തോട് PR വർക്ക് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇയാളുടെ മക്കള് 3 പേര് പഠിച്ചേക്കണത്. അപ്പൊ ഈ പഠിച്ചേക്കണതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ മറ്റേ ഇയാളുടെയൊക്കെ അടക്കമുള്ള മെഡിക്കൽ കോളേജിലാണ്. ഞാൻ പറഞ്ഞ ബിലീവേഴ്സ് ചർച്ചിന്റെ ഒക്കെ മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ഉഡായിപ്പിന്റെ രാജാവിന്റെ ഒക്കെ മെഡിക്കൽ കോളേജുകളിലാണ് 3 മക്കളും പഠിച്ചതെന്ന് ആലോചിക്കണം. അപ്പൊ എന്ത് സ്വാധീനത്തിലാണ് പഠിച്ചതെന്ന് ആലോചിക്കണം. എന്നിട്ട് ഇദ്ദേഹം മറ്റേ കാരുണ്യവാനായിട്ടുള്ള ദൈവമാണ് എന്നുള്ളതിലൊക്കെയുള്ള ഒരു കാര്യം പറയുന്നു. ഇദ്ദേഹത്തിന്റെ പേരിലൊരു അവിടെ ഒരു ചെറിയ ഈ പറയുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിലേക്ക് എഴുതിയെത്തുന്ന പണം എന്ന് പറഞ്ഞാൽ രാജേഷ പാറമടക്കാരുടെയും ഈ നാട് കൊള്ളയടിക്കുന്നവരുടെയും പണം കോടിക്കണക്കിന് എഴുതിയെടുക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞേക്കണ എന്താണെന്ന് വെച്ചാൽ അടുത്ത വാചകം, ഈ മക്കളെ കൊണ്ട് പോലും, അതായത് ഞാൻ 1 രൂപ പോലും മേടിക്കാതെ ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുമെന്ന് പറയുന്ന മറ്റേ വാചകം എഴുതിയെടുക്കുന്നു. ഇത് പ്രചരിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിൻ്റെയാണ് രാജേഷ് കണ്ണാട്ട് ഫൈനാൻസിയേഴ്സ്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പുറത്ത് കൂടി പണം പലിശക്ക് കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന് അങ്ങനെ സ്വാതന്ത്ര്യമില്ലേ, അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാൽ ഇതൊക്കെ സാധ്യമാകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ തരികിടകളുടെയും എന്നാൽ അതേസമയം തന്നെ അതൊന്നും നടത്താനുള്ള ബുദ്ധിയില്ലായ്മയുടെയും ഒരാളാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത്. പിന്നെ ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി എന്തും അങ്ങോട്ട് പറയാൻ ചെയ്തേക്കണം. രണ്ടാമത് ഒരു കാര്യം കൂടി പറയാൻ നിർത്താം തൽക്കാലം നമ്മുടെ ആദ്യമായിട്ടും. രാഷ്ട്രീയം ഇതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഷപ്പുമാരെ പ്രധാനമന്ത്രി വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ സജി ചെറിയാന്റെ ഭാഷയുമൊക്കെ സമ്മതിക്കണോട്ടെ. കാരണം ബിഷപ്പുമാരെ വിളിച്ചു. ബിഷപ്പുമാർക്ക് വീഞ്ഞു കിട്ടാത്ത ആൾക്കാരാണോ രാജേഷ്? ബിഷപ്പ് വീഞ്ഞു കുടിക്കാനായിട്ട് ഡൽഹി വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കേക്കും മുന്തിരിയിട്ട് മാറ്റി കഷ്ണമാണ് മുന്തിരിയിട്ട് മാറ്റി പ്രത്യേക സാധനങ്ങൾ കഴിക്കുന്നു. എന്നിട്ട് അടിച്ച് വിറ്റായി, ശരിക്കും സത്യത്തിൽ സജി ചെറിയാൻ പറയേണ്ടിയിരുന്ന അടിച്ച് വിറ്റായി വാളും വെച്ച് പ്രധാനമന്ത്രിയുടെ ഹൗസിൽ കിടന്നു എന്ന് പറയുന്ന ഭാഗ്യം, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതേപോലെ ആരെക്കുറിച്ചാണ്? ബിഷപ്പുമാരെ കുറിച്ച്. എന്നിട്ട് ഇത് പറയുന്നു കയ്യടി കിട്ടാൻ വേണ്ടി. അതും ഒരു ലോക്കൽ കമ്മിറ്റിയിൽ പറയുന്നു. ഇതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ആ പ്രദേശത്ത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെയുള്ള ഒരു വിഭാഗം അച്ഛന്മാരും അതുപോലെ ബിഷപ്പുമാരുടെ അടക്കം മെത്രാന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ കുറെ പേര് BJP-യിലേക്ക് ചേരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇവിടെയുള്ള ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൃത്യമായി BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. അവർ BJP-യുമായി കൂടുതൽ അടുക്കുന്നു. മുസ്ലിം വിരോധത്തിന്റെ പേരിൽ BJP-യുമായി കൂടുതൽ അടുക്കുന്നു. ഒരു പ്രോ മുസ്ലിം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം ഇവിടെ LDF ഗവൺമെന്റ് കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ നരേറ്റീവിനെല്ലാം അതിനെല്ലാം സ്വാധീനിക്കുമെന്ന് പറയുന്ന ഒരു ആശങ്ക ഇവിടെ CPM-നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ BJP-യോട് വിളിച്ച് ബിഷപ്പുമാരുടെ ഒരു ചെല്ലുന്നു, അവിടെ ക്രിസ്തീയ വിരുന്നിൽ പങ്കെടുക്കുന്നു, അവിടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ CPM-ന് ഒരു ആശങ്കയുണ്ട്. CPM പക്ഷെ പൊതുവായി പറയാതെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക്. കാരണം എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും മണിപ്പൂരിനെ കുറിച്ച് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ അത്രയൊന്നും ബുദ്ധിയില്ലാത്ത പാവം പിടിച്ച മറ്റേ സജി ചെറിയാൻ എന്ത് ചെയ്തിരിക്കുന്നു, വെളിവില്ലായ്മയും വിവരക്കേടും ഉള്ളത് കൊണ്ടിട്ട് നേരത്തെ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ വെച്ച് ഇത് ആദ്യം പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ സൈദ്ധാന്തികനായിട്ടുള്ള മറ്റേ ഗോവിന്ദ മാഷ് വന്നിട്ട് ഇപ്പോൾ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ, രാഷ്ട്രം ഒന്ന് ആലോചിച്ചു അടുത്ത സംഭവം, KM മാണിയുടെ പാർട്ടിയിലുള്ള റോഷി അഗസ്റ്റിൻ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അത് സർക്കാരിന്റെ നിലപാടല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സത്യത്തിൽ ഇതിനു മുമ്പ് KT ജലീലൊക്കെ ഇതുപോലെ തന്നെ ചെറിയ ചൊറിച്ചിൽ ഈ ബിഷപ്പുമാരുടെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഇവർക്ക് നിലപാടുണ്ടാവുക, ആ നിലപാടിന്റെ പുറത്ത് ഉറച്ചു നിൽക്കുക. ഇതേ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പേരൊന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ആവർത്തിച്ചിട്ടുണ്ട്. രതീഷ്, നമ്മളിത് കാണേണ്ടത് നമ്മൾക്ക് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ മത്തായി ചാക്കോന്റെ മരണവുമായി ബന്ധപ്പെട്ട് മത്തായി ചാക്കോ മരണ സമയത്തിന് കുറച്ചു മുമ്പായിട്ട് അന്ത്യകുദാശ ആഗ്രഹിച്ചിരുന്നു. ആ അന്ത്യകുദാശ നൽകിയതിന് ശേഷമാണ് മത്തായി ചാക്കോ മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ബിഷപ്പിന്റെ ഒരു പ്രതികരണം ഉണ്ടായി. ഈ പ്രതികരണത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ, അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്, അതിശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഈ താമരശ്ശേരി ബിഷപ്പ് ഒരു നികൃഷ്ട ജീവിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മത്തായി ചാക്കോയെ പോലുള്ള ആളുകളെ പിന്നീട് CPM-ന്റെ വളരെ പ്രഗത്ഭനായ കോഴിക്കോട്ടെ ഒരു നേതാവായിരുന്ന മത്തായി ചാക്കോ അവസാന ഘട്ടത്തിൽ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി താമരശ്ശേരി ബിഷപ്പ് മനഃപൂർവ്വം ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ ആരോപണം. അദ്ദേഹം അതിന് പറഞ്ഞ നികൃഷ്ടജീവി എന്നുള്ള പ്രയോഗം നടത്തി. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രതികരണവും പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ നികൃഷ്ടജീവി എന്നുള്ള പ്രയോഗം അദ്ദേഹം മാറ്റാൻ വേണ്ടി തയ്യാറായില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ സഭാ നേതൃത്വമൊക്കെ ആയിട്ട് പിന്നീട് നല്ല ബന്ധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലെ പല ക്രിസ്ത്യൻ സഭകളുമായിട്ടും CPM നല്ല ബന്ധം സൂക്ഷിക്കുകയും അവരൊക്കെ ആയിട്ട് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഈ പ്രധാനമന്ത്രിയുടെയും പ്രത്യേകിച്ചിട്ട് സഭാ തർക്കത്തിലൊക്കെ ശ്രീധരൻപിള്ള, ഇപ്പൊ ഗോവ ഗവർണറായിരിക്കുന്ന ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ചില ഒത്തുതീർപ്പൊക്കെ നടത്തുകയും എല്ലാ വിഭാഗം സഭകളുമായി ചേർന്നുകൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത് വലിയ നിർണായകമായ ശക്തി തന്നെയാണ്, നമുക്ക് തള്ളിപ്പളയാൻ പറ്റില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ മണിപ്പൂരിൽ കലാപവുമായി ബന്ധപ്പെട്ട് ശരിക്കും BJP സർക്കാരിനെതിരെ പല രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടിട്ട് നമുക്ക് തൃശ്ശൂർ രൂപത വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. എങ്കിലും ഈ സമയത്ത് ഇന്ത്യയിലുള്ള മൊത്തം സഭകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. മൊത്തം സഭകളുമായിട്ടുള്ള ചില ടോക്കുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി അന്ന് യോഗം വിളിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. ഇതിൽ ഏറ്റവും കൂടുതൽ പൊള്ളുന്നത് ആർക്കാണ്? CPM-ന് തന്നെയാണ്. കേരളത്തിലെ CPM-ന് അത് പൊള്ളും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുസ്ലിം പിന്നെ ചില വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നു CPM. ഇതേ സമയത്ത് തന്നെ KM മാണിയുടെ പാർട്ടിയെ, ജോസ് കെ മാണിയെയും റോഷി അഗസ്റ്റിനെയൊക്കെ കൂട്ടിക്കൊണ്ട് മധ്യ കേരളത്തിലുള്ള വളരെ പ്രബല ശക്തിയായ ക്രിസ്ത്യൻ സഭകളെയും അദ്ദേഹം കൂടെ കൂട്ടുന്നു. എന്തിനാണ് വീണ ജോർജിനെ മത്സരിപ്പിച്ചതും മന്ത്രിയാക്കിയതും നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം. അവർ മറ്റൊരു സഭയുടെ ആളാണ്. ആന്റണി രാജുവിനെ എന്തിനാണ് മത്സരിപ്പിച്ചതും? അദ്ദേഹത്തിന് CPM, അദ്ദേഹം തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് യഥാർത്ഥത്തിൽ ആന്റണി രാജുവിനെ മത്സരിപ്പിക്കാതെ ജയിക്കാനുള്ള സാഹചര്യമൊക്കെ CPM-ന് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആന്റണി രാജുവിനെ മത്സരിപ്പിക്കുന്നു, 2.5 വർഷക്കാലം അദ്ദേഹത്തിനെ മന്ത്രിയാക്കുന്നു. എന്തിനാണ് ഇപ്പൊ KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത്? നമുക്കറിയാം, ഇന്ന് മന്ദൻ ജയന്തിയായി ബന്ധപ്പെട്ട് ഇന്ന് പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയിൽ NSS-ന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ആര്? KB ഗണേഷ് കുമാർ. അപ്പൊ KB ഗണേഷ് കുമാർ ഇവരുടെ വകുപ്പിലെ മന്ത്രിയാണ്. അപ്പൊ എങ്ങനെ എല്ലാ സമുദായ നേതാക്കന്മാരെയും തങ്ങളുടെ പരിധിയിലാക്കിക്കൊണ്ട് കൃത്യമായി വോട്ട് രാഷ്ട്രീയം തന്നെയാണ് ആര് പറയുന്നത്? CPM പറയുന്നത്. അല്ല, ഇവിടെയാണ് രാജേഷ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി വളർന്നു, അതുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്നു, അധികാരത്തിലേറ്റു, ഇത്ര ശതമാനം വോട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം CPM ആന്തരികമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. നമ്മൾ ചില വലിയ മരങ്ങളുണ്ട്, ആ മരങ്ങളുടെ അകത്ത് പൊള്ളയാണ്. ആ പൊള്ളയാകുന്നത് പലപ്പോഴും അറിയാതിരിക്കുകയും ഏറ്റവും ഒടുവിൽ ബംഗാളിലൊക്കെ സംഭവിച്ച പോലെ മരവും ശിഖരവും വേരുകളും എല്ലാം കടപുഴകി വീഴുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉദാഹരണം രാജേഷ് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. അതിനുശേഷം എടോ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പത്രാധിപരെ കുറിച്ച് വിളിച്ചു. അത് കഴിഞ്ഞ് പരനാറി എന്ന് NK പ്രേമനെ വിളിച്ചു. പക്ഷെ ഇത് അന്നൊക്കെ പോലും എനിക്ക് CPM-നോട് ഒരു ബഹുമാനം തോന്നി. ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞു. അത് ഇപ്പൊ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്, ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഈവൻ ബാക്കിയുള്ളത് രണ്ടും നമുക്ക് വിടാം. നികൃഷ്ടജീവി എന്ന് വിളിച്ചതിലും CPM ഉറച്ചു നിന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, സജി ചെറിയാൻ രാഷ്ട്രീയമായി നടത്തിയ പ്രസ്താവനയെ CPM ബാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ശരിയാണ്, ഒരു വിമർശനമാണല്ലോ രാജേഷ്. അതായത് അവിടെ ചെല്ലുമ്പോൾ ഓക്കെ, അത് അത്തരത്തിൽ ചോദിക്കാവുന്ന ഒരു സന്ദർഭമാണോ അല്ലെന്നൊക്കെ ഉള്ളത് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. അങ്ങനെ ഒരു സംഭവത്തിൽ ചെന്നിട്ട് ബിഷപ്പുമാരെ ആശങ്കയൊന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം, പിന്നെ അവിടുത്തെ മണിപ്പൂരിലെ കലാപം പോലും ഞാനൊരു വർഗീയ കലാപമല്ല, ഒരു വംശീയമായിട്ടുള്ള കലാപമാണ്. അതിന് ഒരുപാട് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ CPM-ന്റെ ഇവിടുത്തെ നിലപാട് ഇപ്പൊ എന്താ? CPM ആന്തരികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ഇത് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞാലും, ഇവിടെ ഇനി ശബരിമല തന്ത്രിയെ വെല്ലുവിളിച്ചാലും, നാളെ ബിഷപ്പിനെ കയറി നികൃഷ്ടജീവി എന്ന് വിളിച്ചാലും ആ നികൃഷ്ടജീവി തന്നെയാണ് എന്ന് മാറ്റി പറയാതിരുന്നാലും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു CPM എന്ന് പറയുന്ന സംഘടനയും അവിശ്വാസികളോ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷ അവിശ്വാസികളും ആയിട്ടുള്ള നിരവധി അണികളും അവരുടെ വോട്ട് ബാങ്കും CPM-ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ CPM-ന് അത് സാധ്യമാകാത്തത് CPM തകർന്നതുകൊണ്ടാണ്, ആന്തരികമായി പൊള്ളയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിഷപ്പുമാർക്കെതിരെയുള്ള ഒരു വിമർശനം അത് ഉന്നയിക്കുമ്പോൾ പോലും അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ബോഡി വേസ്റ്റ് ആണെന്നുള്ളത് ഇനിയും പിണറായി വിജയൻ ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇത്തരം മതസംഘടനകളെയും അല്ലെങ്കിൽ മതവിശ്വാസികളെയും ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഭരണത്തിലേക്ക് പോകാൻ കഴിയൂ എന്ന് പറയുന്ന തിരിച്ചറിവ് CPM-നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, CPM ആന്തരികമായി തകർന്നു. ആ തകർന്നതിൻ്റെയാണ്
ഇന്ന് ശരിക്കും റോഷി അഗസ്റ്റിൻ വന്നു. അതായത് രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്കണം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ റോഷി അഗസ്റ്റിൻ ഉണ്ടെന്ന് എനിക്കവിടെ റോഷി അഗസ്റ്റിൻ പോലും ക്ലെയിം ചെയ്യില്ല. പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ വേറെ എന്തെങ്കിലും കിടന്നാൽ ഒന്നും റോഷി അഗസ്റ്റിൻ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത. അപ്പൊ അങ്ങനെയുള്ള റോഷി അഗസ്റ്റിൻ വന്ന് ഇന്ന് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു CPM എന്ന് പറയുന്നത് പാർട്ടിയുടെ ഗതികേടാണ് ഒന്ന്. രണ്ടാമത്തത് രാജേഷ് കണ്ടത് ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ പത്രസമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് ലേഖകൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാഷ് ശരിക്കും പറയുന്നത് നിങ്ങളുടെ അജണ്ടയിലേക്ക് എന്നെ കൊണ്ടുവരണ്ട എന്ന് പറയുന്ന ഭയമാണ്. ആ ചോദ്യത്തിന് ഉത്തരമല്ല പറയുന്നത്. മൂന്നാമത്തേത് രാജേഷ് പുള്ളി പറയുന്നൊരു കാര്യം, മറ്റേ ഭരണവും പിന്നെ എന്താണ് ഭരണം ഇല്ലാത്ത പാർട്ടിയും സമരവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി CPMന് ഇവരെയൊക്കെ ഭയന്നുകൊണ്ട് പ്രീണിപ്പിച്ചുകൊണ്ടും നിൽക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രതീഷയിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിൽ റോഷി അഗസ്റ്റ് എന്തിനാണ് ചാടി വീണെന്നറിയാം. 1000 രൂപ തമ്പുരാന്റെ ജീവൻ രക്ഷിപ്പെന്ന് അടിയിൽ രക്ഷിപ്പോന്ന് പറഞ്ഞ് ചാടി വീണ് എന്തിനാന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ രക്ഷിക്കേണ്ട ചുമതല ആർക്കുണ്ട്? അല്ലെങ്കിൽ ഈ സർക്കാരിനെ രക്ഷിക്കാന്നല്ലല്ലോ, സർക്കാരിന് ഇപ്പം പ്രതിസന്ധിയൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ക്രിസ്ത്യൻ സഭകളെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇവിടുത്തെയുള്ള ബിഷപ്പുമാരെയൊക്കെ സർക്കാരിന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിർത്തേണ്ട ആ ഒരു ചുമതല കൂടി ആർക്കുണ്ട്? റോഷി അഗസ്റ്റിന്. യഥാർത്ഥത്തിൽ ആരാണ് ആദ്യം LDF എത്തിയെന്ന് വെച്ചാൽ സഭയാണ് ആദ്യം LDF എത്തിയത്. അതിന്റെ പിറകെയാണ് ഇവർ വന്നത്. ആ ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വിഭാഗം വരികയും അവർക്ക് കൃത്യമായി അജണ്ടകൾ ഉണ്ടായിരുന്നു. CPMന് കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ഈ മധ്യകേരളത്തിലെ ഒരു വലിയ അധികാരം വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പാർട്ടിയാണ്, നമുക്കറിയാം. ഇപ്പം കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ജയിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും അതൊന്നും സുരേഷ് കുറുപ്പിന്റെയും കൂടി വ്യക്തിപരമായ ചില സ്വീകാര്യത കൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ പിന്നീട് കോട്ടയം കിട്ടുന്നില്ല. അപ്പൊ കോട്ടയം കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും തോമസ് ചാഴിക്കാടൻ മത്സരിച്ചത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. പിന്നീട് ഇവർ മുന്നണി മാറി എത്തിയപ്പോൾ മാത്രമാണ് 2.5 വർഷം മുന്നേ മാത്രമാണ്, അല്ലെങ്കിൽ 3 വർഷം മുന്നേ മാത്രമാണ് കോട്ടയത്ത് യഥാർത്ഥത്തിൽ ഈ നിറം മാറി വന്ന ഒരു LDFന്റെ MP ഉണ്ടായത്. പക്ഷെ എന്തിനു VN വാസവന് പോലും മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ജയിക്കാൻ വേണ്ടിയൊക്കെ തന്നെ ചേർന്നാണ് ഇദ്ദേഹം മാണിയേനെയും അല്ലെങ്കിൽ ജോസ് കെ മാണിയേനെയും ടീമിനെയൊക്കെ ഈ LDFിലേക്ക് എത്തിച്ചെന്നുള്ള വലിയതുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? പാലായിൽ അവർ തോറ്റുപോകുന്നു. ജോസ് കെ മാണി പാലായിൽ തോറ്റുപോവുകയും ഇദ്ദേഹം ഇവിടെ ഏറ്റുമാനൂരിൽ ജയിക്കുകയും VN വാസവൻ മന്ത്രിയാവുകയൊക്കെ ചെയ്തു. VN വാസവനാണ് ഇതിന്റെ ഈ ഇവരെ മുന്നണിയിലേക്ക് എത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതെന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ ഇപ്പം റോഷി അഗസ്റ്റിൻ പേടിക്കുന്നത് എന്താണെന്നറിയുമോ? സഭ പൂർണ്ണമായും CPMനെയും അതുപോലെ തന്നെ LDFനെയും കൈവിട്ടാൽ പിന്നെ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഈ മുന്നണിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഐഡിയോളജി പരമായിട്ട് യാതൊരു തരത്തിലും LDFന്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത പിന്തിരിപ്പൻ ശക്തിയാണ്, പിന്തിരിപ്പൻ രാഷ്ട്രീയക്കാരാണ് ഈ കേരള കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ഇതില് എനിക്ക് ഈ ഇത്തവണത്തെ മാത്രം ഈ നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞേക്കണത് ഒരു ആലോചിക്കാതെ പറഞ്ഞ ഒരു കമൻ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട്. ഒന്ന്, CPMന്റെ മുഖ്യമന്ത്രി തന്നെ വൈകുന്നേരം ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ രാജേഷ് ഒരു വലിയ തന്ത്രവും കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് പലരും പറയുന്നതിൽ ഒരു വൈൽഡ് ഗസ്സാണ് ഞാൻ സംശയിക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള 28.7% വോട്ട് പോലും സുരേഷ് ഗോപി പിടിക്കാനൊരു സാധ്യതയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് 35% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ തന്നെ നമുക്കറിയാം മണിപ്പൂർ പോലെയുള്ള സംഭവ വികാസങ്ങൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷത്തിലധികം സർക്കുലേഷൻ ഉള്ള അവിടെ തന്നെ അവരുടെ രൂപതയുടെ പത്രം വലിയ തോതിൽ ഈ മണിപ്പൂരിൻ്റെ ഇഷ്യൂവിൽ BJP എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ BJP എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊളിറ്റിക്കലി ഇത്രത്തോളം പ്ലാൻഡായി പ്രിപ്പയർഡായി നീങ്ങുന്ന CPMന്റെ കയ്യിൽ നിന്ന് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു കമൻറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ രാജേഷ്, ഞാൻ തീർച്ചയായും സംശയിക്കുന്നു ഇത് ഇവിടെ തൃശ്ശൂരുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് CPMനെതിരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെയോ പോലും ഒരു വികാരമുണ്ടാക്കിക്കൊണ്ട് ഇത് ബിഷപ്പുമാർ ഇവിടെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതും അപ്പം CPM ഇവർക്ക് എതിരാണെന്നും പറയുമ്പോൾ BJPക്ക് അനുകൂലമായി ഒരു വോട്ട് ബാങ്ക് തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ സൃഷ്ടിക്കാനും BJPയെ വേണമെങ്കിൽ ജയിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് പോലും എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അതേപോലുള്ളൊരു കാരണം ഇത്തരത്തിലുള്ളൊരു കാര്യം ഇലക്ഷൻ അടുത്തേക്കുന്ന ഈ ജാനുവരിയിൽ, കാരണം മാർച്ചിൽ ഏപ്രിൽ ഇലക്ഷൻ വരെയാണ്, ഏപ്രിൽ മെയ്ക്ക് മുമ്പായിട്ട് ഇലക്ഷൻ തീർന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ ഇലക്ഷന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
പിന്നെ അത് പറയാൻ CPM എപ്പോഴും വിചാരിച്ചിട്ടുള്ള തെരഞ്ഞെടുത്ത ഒരാൾ സജി ചെറിയാനാണ്. ആ സജി ചെറിയാനാണെന്നുള്ളത് കൊണ്ടിട്ട് ഇത് വിവരക്കേടാണെന്ന് വെളിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ് ആളുകൾ വിചാരിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടതാണ് എൻ്റെ ഒരു വൈൽഡ് ഗസ്. രതീഷ്, വേറെ കാര്യം എനിക്ക് ഏറ്റവും സംശയം തോന്നിയ സംഭവം എന്നറിയാം, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ഈ സഭാ നേതൃത്വമൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും അവരൊക്കെ ആയിട്ട് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ കൃത്യമായി നടത്തുന്ന ആൾ തന്നെയാണ് ഈ സജി ചെറിയാൻ. ഒരിക്കലും നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ശരിക്കും അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അത് തന്നെയാണ്. ഈ ഇദ്ദേഹം പല സഭകളുമായിട്ടും സഭാ നേതാക്കന്മാരായിട്ടും അതുപോലെ തന്നെ ഈ പല പിന്നെ എന്താ പറയുന്നത് സഭാ അധ്യക്ഷന്മാരൊക്കെ ആയിട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെന്നും അദ്ദേഹമാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ആക്ഷേപമുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ CPM എന്തിനു ഇന്നലെ തന്നെ ഇദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 3-4 വോട്ടിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നതാണ്. CPM എന്താ ചെയ്യുന്നത്? ഈ 3-4 അല്ല, അതിൽ കുറച്ചും കൂടി അധികം വോട്ടിന് വേണ്ടിയിട്ടാണ് CPM ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പൊ ചില സമയങ്ങളിൽ CPM വളരെ നിശിതമായി വിമർശിക്കുകയും ചില സമയത്ത് തലോടുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പം തുടങ്ങിയെന്നല്ല, കാലാകാലമായി CPM പല ആളുകളെയും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കൃത്യമായി തല്ലുകയും പിന്നീട് തലോടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 1957-ലെയും 59-ലേക്ക് മന്ത്രിസഭ നിലവിലിരുന്ന കാലത്ത് നമുക്കറിയാം വളരെ വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ അടക്കം സ്കൂളുകളിൽ അധ്യാപകർക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്ന മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് എടുത്തതാണെന്നുള്ളത് കൊണ്ട് പാർട്ടി അതിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് പാർട്ടിക്കൊപ്പം ജനങ്ങൾ വരികയും ചെയ്തു. അല്ലാതെ മതസംഘടനകളിലൊപ്പം ജനങ്ങൾ പോവുകയല്ല ചെയ്തത്. കാരണം അതിനുശേഷം പാർട്ടി ഒരുപാട് ശക്തിപ്പെട്ടു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അതിനുശേഷം പാർട്ടി ദുർബലമാവുകയും കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ പാർട്ടി 70, 80, 90-കളിലേക്കൊക്കെ വന്നപ്പോൾ പാർട്ടി പതുക്കെ ദുർബലമായിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സുഖിപ്പിക്കലുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്ന് പറയും. ഇപ്പം ആ സുഖിപ്പിക്കലിൻ്റെ ഭാഗത്തിലാണ്. ഇനി ഒരു കാര്യം കൂടി രക്ഷയോട് പറയാം, ഇതിൻ്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിലെ ബിഷപ്പുമാരടക്കം ഇപ്പോൾ ക്ലിമീസ് ബാബ അടക്കമുള്ള നിരവധി തിരുമേനിമാർ ഇതിനെതിരെ കൃത്യമായ ഡയലോഗുമായി പുറത്തേക്ക് വരും. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പൊ KCBC ഒരു പത്രക്കുറിപ്പ് ഇറക്കും, അല്ലെങ്കിൽ ദീപിക അതിനെതിരെ രൂക്ഷമായിട്ടൊരു മുഖപത്രം ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ KCBC മിക്കവാറും KCBCയുടെ ചെയർമാൻ പോലും വന്ന് ഒരു കമന്റ് ഒന്നും പറയാറില്ല. വക്താവ് മാത്രം. അവിടുത്തെ KCBCയുടെ വക്താവോ പോൾ തെലേക്കാട്ടോ അതുപോലെയുള്ള ആരെങ്കിലും വന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ അതൊരു വലിയ വിഷയമായിട്ട് അവർ ഉന്നയിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇത്തവണ പല ബിഷപ്പുമാരും ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നതാണ്. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ CPM-ഉം ഇവരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണോ അതുപോലെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഈ പല തരത്തിലുള്ള ED കേസുകളും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുകളൊക്കെ പല ബിഷപ്പുമാർക്കെതിരെ പല ആളുകൾക്കൊക്കെ എതിരെയുണ്ട്. അപ്പം നമുക്കൊരു ചെറിയ നാടകം കളിക്കാം, ആ നാടകം കളിച്ചാൽ മാത്രമേ കാരണം അല്ലെങ്കിൽ രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്ക്, CPM-ന്റെ അണികൾ ചെന്നിട്ട് പറഞ്ഞാലോ ഈവൻ ബിഷപ്പുമാരൊരു പ്രസ്താവന കൊടുത്താൽ പോലും തൃശ്ശൂരിലെയോ അല്ലെങ്കിൽ അതുപോലെ പത്തനംതിട്ടയിലോ ഒന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ഈ മറ്റേ BJP-ക്ക് വോട്ട് ചെയ്യില്ല. BJP വോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ക്രിസംഗി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുത്തെങ്കിൽ പോലും അതിലൊരു പരിമിതിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനാണ്. കാരണം ഇത് ജനുവരിയിലാണ്. ജാനുവരിയിൽ 1-ാം തീയതി ഇത്തരത്തിലുള്ള ഒരു വെടി പൊട്ടിക്കാൻ കഴിയുകയും അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും അത് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട്. ഏകദേശം ഇത് പറയുമ്പോൾ തന്നെയാണ് മണിപ്പൂരിൽ ഇന്നലെ വീണ്ടും കലാപമുണ്ട്. ഇൻഫാലിലൊക്കെ ഇന്നലെ കലാപം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ രാത്രിയിൽ ഏതാണ്ട് 4 പേർ കൊല്ലപ്പെട്ടതാണ്. ഇന്നലെ രാത്രി 12-1 മണി സമയത്ത് 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മണിപ്പൂർ എന്ന് പറയുന്നത് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വംശകലാപം എന്നത് കുക്കികളും മേത്തികളും തമ്മിലുള്ള കലാപം വീണ്ടും ശക്തി പ്രാപിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെറിയ അളവൊക്കെ ഇപ്പോൾ പോലീസ് വേഷത്തിൽ വന്ന ആയുധധാരികളാണ് ഇന്നലെ വെടിവെപ്പ് നടത്തുകയും 4 പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ മണിപ്പൂരിലെ കലാപങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുകയും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും മാറുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയാണെങ്കിൽ അതിൽ മൗനം പാലിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോഴും കേരളത്തിൽ ഉള്ള ബിഷപ്പുമാർ യഥാർത്ഥത്തിൽ ഇതല്ല ചർച്ച ചെയ്യാന്നുള്ള സംശയമുണ്ട്. മാത്രമല്ല ഇതൊന്നും കേരളത്തിലെ ആളുകളെയൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ഭയങ്കരമായി ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഈ ചർച്ചയൊന്നുമല്ല. ഇത് വെറുതെ ഒരു ചർച്ചയായിട്ട് പോകും. പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ചർച്ചകൾ വേറെയാവുകയും പിന്നെ ഇവിടെയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ അല്ല ഇപ്പം ജലന്ധറിലായാലും ശരി, ഡൽഹിയിലായാലും ശരി, ബോംബെയിലായാലും ശരി, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള സ്വത്തും സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് വലിയ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഭാ നേതൃത്വം വെറുതെ ഏറ്റുമുട്ടാൻ പോവോ?
അല്ല, അത് ഈ സഭാ നേതൃത്വം അങ്ങനെ ഏറ്റുമുട്ടാൻ പോകില്ലെന്നും സഭാ നേതൃത്വവുമായി ഇതിനു മുമ്പ് തന്നെ രാജേഷോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് 9 മാസങ്ങൾക്ക് മുമ്പ് തന്നെ 2-3 തവണയെങ്കിലും ഇത്തരത്തിലുള്ള ബിഷപ്പുമായോ അല്ലെങ്കിൽ അവരുടെ വക്താക്കളുമായിട്ടൊക്കെ RSS സംഘപരിവാർ നേതൃത്വം പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ VV രാജേഷിനെ ചിലപ്പോൾ ഞങ്ങൾ ഇത്തവണയും കേക്കുമായിട്ട് പോകുന്നത്, എന്താണ് ഇവർ കേക്കായിട്ട് പോകുന്നത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. എൻ്റെ സംശയം അതാണ്. ഇപ്പം പിന്നെ രാജേഷ് പറഞ്ഞതിലൊരു കാര്യമുള്ളത്, മണിപ്പൂരിൽ രാജേഷെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശരിക്കും ബിരേൻ സിംഗ് എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കാൻ വേണ്ടി പുറത്തു പോകുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ നിന്ന് കുറച്ച് പുള്ളി ഒരു കടലാസം പിടിച്ച് രാജിക്കത്ത് പിടിച്ച് ചെല്ലുന്നു, ആളുകൾ തട്ടിപ്പറിച്ച് കീറിക്കളയുന്നു. ഇതെല്ലാം വാർത്തയെ പുറത്തേക്ക് വരുമ്പോൾ രാജേഷ് അറിയേണ്ടത് അവിടുത്തെ 90% വാർത്തകളും പുറത്തേക്ക് വരുന്നില്ല. 170 ദിവസങ്ങളിൽ അവിടെ ഇന്റർനെറ്റ് നിരോധിച്ചിരുന്നു. സത്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ഇന്റർനാഷണൽ മീഡിയകളാണ് അവിടുത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ പോലീസും ഭരണകൂടവും മാധ്യമങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് അവിടെ ഒരു വലിയ കുറുമുന്നണിയുണ്ട്. ആ മുന്നണി കൊണ്ട് വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരിക്കും അവിടെ അവസ്ഥ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് ഇപ്പൊ BJP അവിടെ പരാജയപ്പെട്ടു, നരേന്ദ്രമോദി അവിടെ ചെല്ലായിരുന്നത് തെറ്റാണെന്നൊക്കെ സമ്മതിക്കുമ്പോൾ പോലും അവിടെയുള്ള ചില പ്രത്യേകമായ പ്രാദേശികമായ കാര്യങ്ങൾ കൂടിക്കൊണ്ടാണ് കലാപം ഉണ്ടായിട്ടുള്ളത്. മറ്റിന്ത്യയുടെ ഒരു ഭാഗത്തും അത്തരത്തിലുള്ള കലാപം ഉണ്ടാവുകയും ഗുജറാത്തിൽ പോലും കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംരക്ഷിച്ച് നിർത്താനൊക്കെ എനിക്ക് തന്നെ അറിയാവുന്നു. ഇവിടെ നിന്ന് തന്നെ ചില പിതാക്കന്മാർ ചെന്ന് മോദിയെ കാണുകയും അദ്ദേഹം വളരെ അനുഭവപൂർവ്വമായ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബിഷപ്പുമാരൊന്നും കാണുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒന്ന്. രണ്ടാമത്തത് അത് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്തീയ വിരുന്നിൽ, അതായത് ക്രിസ്മസിന്റെ വിരുന്നിൽ സംസാരിക്കേണ്ടതാണോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, വെളിവില്ലായ്മ കൊണ്ടും വിവരക്കേട് കൊണ്ടും ഇത് സജി ചെറിയാൻ പറഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കേണ്ട കാലം അതിക്രമിച്ചു CPM. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് BJP ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണെങ്കിൽ ഇത് അസലായിട്ടുണ്ട് മാത്രമേ. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ചർച്ചക്കെടുത്തപ്പോൾ അതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു അറിയാമോ? എന്തൊരു പ്രഹസനമാണ് സജി തന്നെ. നമുക്ക് ഇത്രേ പറയാനുള്ളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ എന്ത് പ്രഹസനമാണ്. ഇതിലും വലിയ പ്രഹസനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റേ മക്കളെ കൊണ്ട് എന്ത് ചെയ്യുന്നു. അതെ, പലതരത്തിലുള്ള പ്രഹസനങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും ഈ പ്രഹസനങ്ങൾ തുടരേണ്ടി വരും. നമ്മൾ ഈ 2.5 വർഷം വീണ്ടും ഈ പ്രഹസനമായി ജീവിക്കേണ്ടി വരുന്ന യാതൊരു സംശയം അല്ല. എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. കാരണം നമ്മൾ വളരെ വരണ്ട ഡ്രൈ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന പൊളിറ്റിക്സ് ഒന്നും പറഞ്ഞു വരുന്ന സമയം കളയരുത്. സജി ചെറിയാനൊക്കെ ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. അദ്ദേഹം നിരവധി പ്രസംഗങ്ങൾ ഇതുപോലെ നടത്തട്ടെ. അതിൽ കുന്തവും കുടച്ചക്രവും ഒക്കെ വരട്ടെ. അതിലുള്ള കുത്തുകൊണ്ട് മരിക്കാൻ കേരളത്തിലെ ആളുകൾ തയ്യാറാണ്.